എന്താണ് ശരിക്കും സെക്രട്ടേറിയറ്റിനെ, അതായത് KISകാരെ നന്നാക്കി കൊണ്ടുവരാൻ ചെയ്യേണ്ടത്, KISകാരെ നന്നാക്കി കൊണ്ടുവരാൻ, അവരെ കാര്യക്ഷമതയുള്ളവരാക്കാൻ വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരെ കാര്യക്ഷമതയുള്ളവരാക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന രീതിയിൽ KISകാരെ ശക്തീകരിച്ച് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒന്നാമതായിട്ട് വേണ്ടത് അവരെ രാഷ്ട്രീയ മുക്തരാക്കുക. ഭരിക്കുന്ന ഗവൺമെന്റ് ഏത് തന്നെയുമാകട്ടെ, ഒരു KIS ഉദ്യോഗസ്ഥന് ചെയ്യേണ്ട ധർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരിക്കണം. ആ തരത്തിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം കൊടുക്കുക, അവകാശം കൊടുക്കുക. ആ അവകാശത്തിൽ ആരും കൈകടത്താതിരിക്കുക. അതാണ് KISനെ ശക്തിപ്പെടുത്താൻ, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത്, ഒരു 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും കാര്യക്ഷമത പരീക്ഷിക്കുന്ന തരത്തിലുള്ള, അതായത് അവർക്ക് ഇൻക്രിമെന്റോ പ്രൊമോഷനോ ഒക്കെ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ടെസ്റ്റ്, ഒരു ഇന്റർവ്യൂ, ഇതൊക്കെ നടത്തുക. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിച്ച രീതിയിൽ ഇപ്പോഴത്തെ ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മിടുക്കരാണോ എന്ന് നോക്കേണ്ട, അതേ സമയത്തിന് ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ അനുസൃതമായ രീതിയിൽ അവരുടെ ഭരണ വകുപ്പിൽ, അവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ KISകാർ ഒരു കുഴപ്പമുള്ളതായിട്ട് ഇപ്പൊ മനസ്സിലാകുന്നത്, അതായത് മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അതായത് ഇവർക്ക് അത് മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും KISകാരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞ്, ചില KISകാർക്ക് സർവീസിൽ കയറിയപ്പോൾ തന്നെ, KIS കിട്ടി കയറിയപ്പോൾ തന്നെ എന്നെ വളരെ ലൈറ്റായിട്ട് വർക്കുള്ള ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇടണേ എന്നാണ് സീനിയേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. എന്താ കാരണം? എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട്, അതും അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് അസുഖമാണ്, അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് തന്നെ KISന്റെ കാര്യക്ഷമതയ്ക്ക് വിരുദ്ധമാണ്. ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ ആ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗ പദവിയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർ റിസൈൻ ചെയ്തു പോകണം, വീട്ടുകാരെ മാത്രം നോക്കി വീട്ടിലിരിക്കണം. അതല്ലാതെ എൻ്റെ വീട്ടിൽ എനിക്ക് കൊച്ചു കുട്ടികളുണ്ട്, അതുകൊണ്ട് എന്നെ ലൈറ്റായിട്ടുള്ള ജോലി ഏൽപ്പിക്കണം, അതുപോലെ എൻ്റെ പേരൻസിന് അസുഖമുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു കണ്ടീഷനും ഉപാധിയും വെക്കാൻ അത് ലജ്ജാകരമാണ്. KIS വേണം താനും ജോലി ചെയ്യാനും പറ്റില്ല. അത് അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ്. അപ്പൊ അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരെ KIS പിൻവലിച്ച് തന്നെ താഴേക്ക് ആക്കണം എന്നുള്ളതാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത്. ഇനി അതുപോലെ മറ്റൊന്ന്, ഈ KISകാരോട് IASകാർക്കും വേണം ഒരു സഹവർത്തിത്വ മനോഭാവം. നിങ്ങൾ ഞങ്ങളെക്കാൾ ഒരുപാട് താഴെയാണ്, ഞങ്ങളോ ഓൾ ഇന്ത്യ പരീക്ഷ കഴിഞ്ഞ് വന്നവരാണ്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരെ പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത, ഉദാഹരണത്തിന് ജിജി തോംസൺ, അദ്ദേഹം കാര്യക്ഷമതയുള്ള ഒരു IASകാരനായിരുന്നു, അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര IPSകാരെയും IASകാരെയും പഠിപ്പിച്ച കഥകൾ എനിക്ക് പറയാനുണ്ട്. നല്ല മിടുക്കരായിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ അതുപോലെ മിടുക്ക് കുറേയെങ്കിലും കാണണം ഈ KISും കിട്ടി വന്നവർക്ക്. അപ്പോൾ എനിക്കതിൽ സംശയമുണ്ട് കേട്ടോ, ചിലരുടെ കാര്യത്തിലെങ്കിലും. ഉദാഹരണത്തിന് KISന്റെ ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ സമയത്ത് ഒരു കുട്ടിയോട് ഞാൻ ചോദിക്കുന്നു, ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു, എത്ര വർഷമായി സർവീസിൽ വന്നിട്ട് എന്ന് ചോദിച്ചു. അതായത് ഒരു സെക്രട്ടേറിയറ്റ് സർവീസിൽ ജോലിയിലിരുന്ന വനിതയാണ്. 15 വർഷമായി. ഏത് വകുപ്പിലായിരുന്നു? ഫിനാൻസിലായിരുന്നു. അപ്പോൾ ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, എന്താ റവന്യൂ ഡെഫിസിറ്റ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പം കുട്ടി കുറച്ച് നേരമായിട്ട് പറയുന്നില്ല. പറയാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം. റവന്യൂ ചെലവ് കൂടിയിരിക്കും, റവന്യൂ വരുമാനം കുറവായിരിക്കും. ആ വ്യത്യാസത്തിനെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, വെറുതെ അല്ല, 15 വർഷമായി ഫിനാൻസിൽ ഇരുന്നിട്ട് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ
കേരളത്തിൻ്റെ ഖജനാവ് ഇങ്ങനെ കാലിയാകാൻ കാരണം നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടിക്കും കേസ് ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ആ കുട്ടിക്ക് മാർക്കിട്ടത് പാസ് മാർക്ക് കൊടുത്തിരുന്നു. കാരണം മറ്റ് പല ചോദ്യങ്ങളും ആ കുട്ടി നന്നായിട്ട് ആൻസർ ചെയ്തിരുന്നു. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന്, വരുമാന സമാഹരണവും ചെലവും ഒക്കെ നിയന്ത്രിക്കേണ്ടത് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ വളരെ ക്രൂഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാത്ത ഒരാൾ 15 വർഷമായിട്ട് ആ സർവീസിൽ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കാര്യക്ഷമതയില്ലാതെയാണ് ആ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും മറ്റു വകുപ്പുകളും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യക്ഷമത സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ എന്താ വേണ്ടത്? ടോപ്പ് ടു ബോട്ടം, താഴെ നിന്ന് മുതലേ ആ ജോലി അങ്ങ് പഠിക്കണം. ഫിനാൻസ് ആണെങ്കിൽ ആദ്യം മുതലേ ഫിനാൻസിന്റെ എല്ലാ കാര്യങ്ങളും, ഏത് വകുപ്പിലാണെങ്കിലും ആ വകുപ്പിന്റെ ജോലി ആദ്യം മുതലേ. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനം കുറവായതുകൊണ്ടാണല്ലോ എപ്പോഴും ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി ഉള്ളത്. അതായത് നികുതിയേതര വരുമാന മാർഗങ്ങൾ, 36 പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങൾ ഉണ്ട്. എത്ര പേർക്കറിയാം ഈ കാര്യം? ഗവൺമെന്റ് സർവീസിൽ, സെക്രട്ടേറിയറ്റിൽ, ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന, അത് ഫിനാൻസിൽ മാത്രമല്ല അവിടെയുള്ള 36 വകുപ്പുകളിലുമായിട്ട് ചുറ്റി കിടക്കുകയാണ് ഈ നികുതിയേതര വരുമാന മാർഗം. ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ വകുപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പിരിച്ചെടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് പിരിവ് നടക്കാത്തത്? ഇത്ര കാര്യങ്ങൾ എത്രയാണ് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ വകുപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കണം. അതൊക്കെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് ഈ ഇൻഫർമേഷനൊക്കെ നമ്മുടെ വിരൽ തുമ്പിൽ, കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിന്റെ പ്രവർത്തനം എത്ര മോശമാണ് അല്ലെങ്കിൽ എത്ര മെച്ചമാണ്. എൻ്റെ കാര്യക്ഷമത അറിയണമെങ്കിൽ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഞാൻ അങ്ങനെ എൻ്റെ വരുമാനം, എൻ്റെ വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, അങ്ങനെ സർക്കാരിനോട് എൻ്റെ സഹകരണം വരുമാനമായിട്ട് ഞാൻ സംഭാവന ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ കാര്യക്ഷമതയോടുകൂടി വകുപ്പ് ഭരിക്കാൻ ഒരു KISകാർക്ക് കഴിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം മുതൽ, അതിൻ്റെ ഏറ്റവും ആദ്യ പടി മുതലുള്ളതേ പഠിച്ചു വരണം. അതിന് അവർക്ക് അവസരം കൊടുക്കണം. അതിന് വേറെ ആരെയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് മനസ്സ് വേണം. വെൻ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ആ വിൽ ഇല്ലാതെ വരുമ്പോഴാണ് അവർ പഠിക്കാതെ പോകുന്നത്, അക്കൗണ്ടബിൾ അല്ലാതെ പോകുന്നത്. അതുകൊണ്ട് KISന്റെ പ്രതിജ്ഞ എടുക്കണം. ഞാൻ അക്കൗണ്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യും എന്ന് തന്നെ പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ഈ പോക്കറ്റ് നിറയാൻ പണം വാരിക്കൊണ്ട് പോയാൽ മാത്രം പോരാ, ശമ്പളവും കിമ്പളവും വാങ്ങിച്ചാൽ പോരാ. നമ്മൾ ഓർക്കണം, ഈ ശമ്പളം മുഴുവനും സാധാരണക്കാരന്റെ നികുതി വരുമാനമാണ്, നികുതിയിൽ നിന്നാണെന്ന് ഓർക്കണം. എന്താ ഞാൻ സാധാരണക്കാരന്റെ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ധനികൻ, ഉദാഹരണം അദാനിയുടെ വരുമാനത്തിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഭാഗം മാത്രമേ അയാളുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. അതിൽ മാത്രമേ അയാൾ സാധാരണ നികുതി കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ പറയുന്നത് പോലെ നികുതി നിഷേധവും ഒക്കെ നടത്തുന്നുണ്ടാവും. മറിച്ച് ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്ന, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ഒരാൾ 1600 രൂപയും നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ആ ഓരോന്നിലും അയാൾ നികുതി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, സാധാരണക്കാര് കൊടുക്കുന്ന നികുതി പണമാണ് ശമ്പളമായും പെൻഷനായും പോക്കറ്റിലേക്ക് വരുന്നത് എന്ന ധാരണയോട് കൂടി വേണം ഇവരൊക്കെ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവർ പഠിക്കാൻ, അവരുടെ വകുപ്പിനെ പറ്റി സമഗ്രമായി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് അവർ ടെസ്റ്റ് അണ്ടർഗോ ചെയ്യണം, ഇന്റർവ്യൂ അണ്ടർഗോ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അതൊന്നും ഒരു നാണം കെട്ടൊക്കെ പരിപാടിയല്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഓർക്കുക, എലൺ മസ്ക് എന്താ ചെയ്തിരിക്കുന്നത്? അമേരിക്കയിലെ എലൺ മസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്നൊരു വകുപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആര്? ട്രംപ് ഭരണത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ, തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ ഇനിയും കിടക്കുകയാണ് സമയം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചു. അതില് വളരെ മിടുക്കരെയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഭരണം മെച്ചപ്പെടുത്തുക, അതാണ് ട്രംപിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് ഇനി നമ്മൾ ട്രംപിനെയോ അല്ലെങ്കിൽ എലൺ മസ്കിനെയോ നോക്കി പോകണ്ട. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നൊബേൽ പ്രൈസ് 2019 കിട്ടിയ
അഭിജിത്ത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം ആ ഗ്രന്ഥം ആക്ച്വലി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. 2019 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് നാഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശങ്ങൾ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നമുക്ക് പോളിസി മേക്കിംഗ് ഒക്കെ നടത്തുക. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം ഈ ഒരു താരതമ്യം നടത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അതൊക്കെ നമുക്ക് ആ പുസ്തകത്തില് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നുള്ള ആ ഗ്രന്ഥത്തിൽ അറിയാം. 2019 ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ എലൺ മസ്ക് നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്നൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ട്രംപ് ഫോം ചെയ്തിരിക്കുകയാണ്. അതിനനുസൃതമായി അതിൽ പറഞ്ഞിരിക്കുന്ന, അത് എന്തിനു ചെയ്തിരിക്കുന്നോ ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എഫിഷ്യൻസിക്ക് വേണ്ടത്, അതാണ് നമ്മുടെ അഭിജിത്ത് ബാനർജിയുടെ പുസ്തകത്തിൽ പറയുന്നത്. അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് ലാറ്ററൽ എൻട്രി വഴിയായിട്ട് കുറെ മിടുമിടുക്കരെ എന്ന് വെച്ചാൽ മറ്റ് വ്യവസായങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പുറത്ത് ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭരണകൂടത്തിന് വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിടുമിടുക്കരെ വിവിധ വകുപ്പുകളിലേക്ക് ലാറ്ററൽ എൻട്രി അനുവദിച്ചു. അപ്പൊ ലാറ്ററൽ എൻട്രി അനുവദിച്ചപ്പോ എന്തിനാണ് അങ്ങനെ ലാറ്ററൽ എൻട്രി അനുവദിച്ചത്? അന്ന് 2019 അഭിജിത്ത് ബാനർജി നൽകിയ ഉപദേശമാണ് അവിടെ നരേന്ദ്രമോദി നടപ്പിലാക്കിയത്. ലാറ്ററൽ എൻട്രി എന്തിനാണ്? ഏത് വകുപ്പുകളിലാണോ കൂടുതൽ കാര്യക്ഷമത ആവശ്യമുള്ളത്, അതായത് ടെക്നോളജി അപ്ഗ്രഡേഷൻ, അതിന് നിലവിലിരിക്കുന്ന വകുപ്പ് മേധാവികളോ അല്ലെങ്കിൽ വകുപ്പിലുള്ളവരോ പ്രാപ്തരല്ല. അപ്പൊ എന്താണ് വേണ്ടത്? അവരെ പിരിച്ചുവിടുകയല്ല വേണ്ടത്, അവരെ പ്രാപ്തരാക്കാനും അവരോടൊത്തു വർക്ക് ചെയ്യുക. അങ്ങനെ അവരോടൊത്തു വർക്ക് ചെയ്ത് അവരെ പ്രാപ്തരാക്കുക. അതിനുവേണ്ടി പ്രാപ്തരായിട്ടുള്ളവരെ പുറത്തുനിന്ന് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്. ഇവിടെ ലാറ്ററൽ എൻട്രി ആണ് എനിക്ക് തോന്നുന്നത് അഭിജിത്ത് ബാനർജിയുടെ റെക്കമെൻഡേഷനോട് ചേർന്നാകാം ഈ ലാറ്ററൽ എൻട്രി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്തായാലും അങ്ങനെ അപ്പോ കാര്യക്ഷമത ആ വകുപ്പിൽ വരുന്നു. ഇവിടെ പക്ഷെ അവർ പിരിഞ്ഞു പോകുന്നില്ല. അഭിജിത്ത് ബാനർജി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു സർട്ടൻ പീരീഡിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ വകുപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ളവരെ അതുപോലെ തന്നെ പ്രാപ്തരാക്കിയതിനു ശേഷം ഇവരുടെ അപ്പോയിന്റ്മെന്റ്സ്, അതായത് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്, ആ കോൺട്രാക്ട് തീരുമ്പോഴത്തേക്കും ഇവരുടെ അപ്പോയിന്റ്മെന്റ്സ് പോകുന്നു, അത് തീരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിലവിലിരിക്കുന്നവർക്ക് ഒരു ത്രെട്ട് ഇല്ല, അതേ സമയത്ത് കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ടായാലും കാര്യക്ഷമത വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്, അതുപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ട്രഡീഷൻ, ടൂറിസം, ഈ 5 T വഴിയായിട്ട് ഇന്ത്യയെ വികസിപ്പിക്കുമെന്ന്. അപ്പൊ അവിടെ ഈ പറയപ്പെട്ട ട്രെയിനിങ്ങും ടെക്നോളജിയും അങ്ങനെ. അപ്പൊ ഈ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി നടത്തുമ്പോൾ ആ ലാറ്ററൽ എൻട്രി നടത്തിയിരിക്കുന്ന മിടുക്കരെ കൊണ്ട് ഈ സർവീസിൽ ഇരിക്കുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും കർമ്മശേഷി വർദ്ധിച്ചവരാകും. അപ്പോഴേക്കും കാര്യക്ഷമത, അതായത് ആ വകുപ്പിന്റെ കാര്യക്ഷമത ഇൻ ടോട്ടോ വർദ്ധിക്കും. ആ തരത്തിലുള്ള ഒരു അപ്രോച്ച് സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് എടുക്കുക. അങ്ങനെ ലാറ്ററൽ എൻട്രി അല്ല, കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് നടത്തിക്കൊണ്ട് കാര്യക്ഷമത ഇല്ലാത്തവരെ കാര്യക്ഷമതയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അഭിജിത്ത് ബാനർജി റെക്കമെൻഡ് ചെയ്തതുപോലെ, അവിടെ അഭിജിത്ത് ബാനർജി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത്, എഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് അതത് വർഷം ഇൻക്രിമെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കുക, അങ്ങനെ എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുക. അത് അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇല്ല. കാരണം കേരളത്തിൽ എല്ലാം ട്രേഡ് യൂണിയൻ മയമാണ്. കേരളം ഭരിക്കുന്നത് തന്നെ ട്രേഡ് യൂണിയൻ ആണ്. ഇങ്ങനെ ട്രേഡ് യൂണിയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വികസനം എന്നത്, ഫിസ്ക്കൽ ക്രൈസിസ് ഓവർകം ചെയ്യുക എന്നത് ഒക്കെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. അങ്ങനെ അവശേഷിക്കാതിരിക്കണമെങ്കിൽ ട്രേഡ് യൂണിയനിന് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൂക്കുകയറിയിടുക. കാൾ മാർക്സ് എങ്ങനെയാ ട്രേഡ് യൂണിയന് മൂക്കുകയറിടാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പഠിച്ച ടെക്നോളജി പ്രയോജനമില്ലാതെ വരുമ്പോ യു റീസ്കിൽ. അങ്ങനെയാണ് നോക്കുകൂലിക്ക് കടിഞ്ഞാണ്ടിടുന്നത് മാർക്സ്. എങ്ങനെയാണ് നോക്കുകൂലിക്ക് കടിഞ്ഞാണ്ടിടുന്നത്?
നിങ്ങൾ പഠിച്ച ടെക്നോളജി മറന്നു പോകുമ്പോൾ പുതിയ ടെക്നോളജിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യൂ, റീസ്കിൽ ചെയ്യൂ. അതല്ലാതെ നോക്കുകൂലി ചോദിച്ചിരിക്കുകയല്ല വേണ്ടതെന്നാണ് മാർക്സ് പറഞ്ഞത്. നോക്കുകൂലി ചോദിക്കുന്നവരെ മാർക്സ് കണ്ടാല് അദ്ദേഹം ചാട്ടവാറ് കൊണ്ടല്ല, അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി കളയും. അതാണ് മാർക്സിന്റെ തത്വ ചിന്ത. ദാ എൻ്റെ പുറകിലിരിക്കുന്നു മാർക്സ്, എന്നെ നോക്കിയും നിങ്ങളെ നോക്കിയും ചിരിച്ചുകൊണ്ട്. മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിന്റെ 3 വാല്യങ്ങളും നിങ്ങൾ നോക്കിയാൽ എൻ്റെ പുറകിലിരിക്കുന്നത് കാണാം. അപ്പൊ ആ മാർക്സ് പറയാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി LDF എന്നും പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യക്ഷമതയ്ക്ക് അങ്ങനെ നമുക്ക് നോക്കാം. കാര്യക്ഷമതയ്ക്ക് ഗവൺമെന്റ് കാര്യക്ഷമതയോടുകൂടി, അതായത് ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടി ഏതുമാകട്ടെ ആ പാർട്ടിയുടെ പിണിയാണുകളാക്കാൻ നോക്കാതെ, ഭരണകൂടത്തിന്റെ താല്പര്യത്തിനൊത്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ മാറ്റാതെ, ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമതയോടുകൂടി ഭരണകൂടം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് കാര്യക്ഷമത വർദ്ധിക്കുക. അങ്ങനെയായാൽ KASഉം ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കും. അതല്ല ഇപ്പോൾ പോകുന്നത് പോലെ രാഷ്ട്രീയവൽകൃതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഒരു അതായത് KASകാർ മാത്രമല്ല IASകാരും കാര്യക്ഷമത ഇല്ലാത്തവരായി കഴിഞ്ഞു കേരളത്തില്. കാരണം അവരൊക്കെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛയ്ക്കൊത്താണ്, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ അവസ്ഥ ഞങ്ങൾക്കും വരുമെന്ന ഭയം അവർക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഭയം ഇല്ലാത്ത രീതിയിൽ മുന്നേറാൻ അവർക്ക് അവസരം കൊടുക്കണം. രാഷ്ട്രീയ പിണിയാളുകളാക്കി അവരെ മാറ്റരുത്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ ബൗദ്ധികമായ നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത അവർക്ക് ഒരുക്കി കൊടുക്കുക.